ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. മുൻ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം 6ാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹാറ്റർ ഇതുവരെ ശേഖരിച്ച കാർഡ് പരിശോധിക്കുകയും അത് ഭദ്രമായി അടച്ചുവെക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അരിസു ഇന്നലെ രാത്രി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഉറങ്ങുമ്പോൾ ഉസാഗി അങ്ങോട്ടേക്ക് വരികയും അവനെ ഉണർത്തുകയും ചെയ്യുന്നു. ഇതിനിടെ ഉസാഗി, നിന്റെ മേലെ എല്ലാവർക്കും ഒരു കണ്ണുണ്ട്, നീ നല്ലപോലെ സൂക്ഷിക്കണം എന്നൊക്കെ ഉസാഗി പറഞ്ഞു കൊടുക്കുന്നു. ബീച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആൾക്കാരോടൊക്കെ ചോദിക്കുകയും അതിലൊരുത്തൻ ഒരാൾ സിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പുറത്ത് വലിയ കാടാണ് കണ്ടത് എന്നൊക്കെ അവൻ പറയുന്നു. ശേഷം ഒരു പെണ്ണ് ഗെയിം സിറ്റിയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇതിനിടെ ഒരുത്തൻ ബോട്ട് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ നിന്ന് ലേസർ വന്ന് അവനെ കൊന്നു എന്നും പറയുന്നു. അതോടെ അരിസു ഉസാഗിയെ കാണുകയും ഇവർ പറയുന്നതൊക്കെ കേട്ടപ്പോൾ പേടി കൂടിക്കൂടി വരികയാണെന്ന് അവർ പരസ്പരം പറയുന്നു. ശേഷം അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉസാഗി, ഞാൻ എന്തെങ്കിലും വിവരമോ അതോ ഗൺസോ മറ്റോ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ അരിസു സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. ശേഷം അവൻ മുന്നോട്ട് നടക്കുമ്പോൾ 2 പെൺകുട്ടികളെ കാണുകയും അവർ അവനെ കണ്ടതോടെ പേടിച്ചോടുന്നു. ഇതൊക്കെ കണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനിടെ അവൻ വെടിയൊച്ച കേൾക്കുകയും അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കുറച്ചുപേർ തോക്കുമെടുത്ത് പോകുന്നത് അവൻ കാണുന്നു. അതോടെ അവൻ അവിടെയുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അടുത്തേക്ക് എത്തുകയും അതിൽ നോക്കുമ്പോൾ ഒരുപാട് കൊന്നിട്ട ശരീരവും കാണുന്നു. ഇതൊക്കെ കണ്ട് അവൻ പേടിച്ചിരിക്കുകയാണ്. ഇതിനിടെ വെള്ളമുടിക്കാരനും ക്വീനെയും അങ്ങോട്ട് വരികയും ബീച്ചിലെ നിയമം തെറ്റിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറയുകയും അവനോട് സംസാരിക്കാനും തുടങ്ങുന്നു. എന്റെ പേര് ഷുൻഡാരോ, നീയും ഉസാഗിയും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് ഷുൻഡാരോ അരിസുവിനോട് ചോദിക്കുകയും എനിക്കങ്ങനെ പ്ലാൻ ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കറുബയെയും ഛോട്ടയെയും കൂട്ടി രക്ഷപ്പെടാനായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ അവർ 2 പേരും മരിച്ചുപോയി. ഇനി എന്നെ രക്ഷപ്പെടുത്തിയ ഉസാഗിയെയും കൂട്ടിയെങ്കിലും എനിക്കിവിടെ നിന്ന് തിരിച്ചു പോകണം എന്ന് അരിസു പറയുകയും പിന്നെ ഈ ഭ്രാന്തൻ ഗെയിം അതെന്താണെന്ന് കൂടി എനിക്ക് കണ്ടെത്തണമെന്ന് അരിസു പറയുന്നു. അതോടെ ഷുൻഡാരോ, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മുഴുവൻ ചീട്ടും അടിച്ചു മാറ്റി ബീച്ചിൽ നിന്ന് രക്ഷപ്പെടുക. കാരണം ഹാറ്റർ ഇപ്പോ ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഹാറ്റർ ഇനി തിരിച്ചു വരില്ല. അഗൂനിയുടെ ശിങ്കിടികൾ ഹാറ്റർ ഗെയിം കളിക്കാനായി പോകുന്നത് കാത്തു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഹാറ്റർ ഇന്ന് തന്നെ മരിക്കുമെന്നാണ്. ഇനി അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ പിന്നെ അഗൂനിയാണ് ഇവിടത്തെ രാജാവ്. അവനെ സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഷുൻഡാരോ പറയുകയും ഇതിനിടെ അരിസു കാർഡ് എങ്ങനെ മോഷ്ടിക്കും എന്ന് ചോദിക്കുകയും അത് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് ഷുൻഡാരോ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഹാറ്റർ ഗെയിം കളിക്കാനായി സ്ഥലത്തേക്ക് എത്തുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഷുൻഡാരോ വിളിച്ചിട്ട് അരിസു ഹാറ്റർ മരിച്ചത് കാണാൻ വരുന്നു. ഇതിനിടെ ഹാറ്ററിന്റെ കൂടെയുള്ള പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും അവനെ പരിശോധിക്കാൻ നോക്കുമ്പോൾ നിനക്ക് തോന്നിയ പോലെയൊന്നും തൊടാൻ പാടില്ല എന്ന് അഗൂനിയുടെ ശിങ്കിടി പറയുന്നു. ഇതിനിടെ ഒരുത്തൻ ബീച്ചിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഹാറ്ററിന്റെ വലം കയ്യൻ ഇനി ഞാനാവാം ബോസ് എന്ന് പറയുമ്പോൾ അഗൂനിയുടെ ശിങ്കിടി അങ്ങോട്ടേക്ക് വരികയും ഇനി മുതൽ ബീച്ചിന്റെ രാജാവ് അഗൂനി ആണെന്ന് പറയുകയും അഗൂനി ആവാൻ താല്പര്യമുള്ളവർ കൈപൊക്കാൻ അവൻ പറയുന്നതോടെ ആരും കൈപൊക്കുന്നില്ല. അതോടെ അഗൂനിയുടെ ശിങ്കിടികൾ തോക്കും വാളൊക്കെ എടുത്ത് പേടിപ്പിച്ച് അവരെ കൊണ്ട് കൈപൊക്കിപ്പിക്കുന്നു. ഇതിനിടെ ഷുൻഡാരോ കൈപൊക്കാത്തത് കണ്ട് അവന് നേർക്ക് തോക്ക് ചൂണ്ടുമ്പോൾ അവൻ 2 കൈയും പൊക്കി വോട്ട് ചെയ്യുന്നു. ഇതിനിടെ അരിസുവും പേടിച്ച് കൈപൊക്കുന്നുണ്ട്. അതോടെ അഗൂനി ലീഡർ ആവുകയും കാർഡ് ഒളിപ്പിച്ചു വെച്ച ലോക്കറിന്റെ പാസ്വേഡ് ഉള്ള കറുത്ത ലെറ്റർ അവന് കൊടുക്കുന്നു. ശേഷം അരിസുവിനോട് ഷുൻഡാരോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാറ്റർ ലീഡർ ആയപ്പോൾ ആ ലെറ്റർ അടച്ചു വെച്ചത് ബോസ് എന്ന മോതിരം കൊണ്ടാണ്. ബോസ് എന്നത് നമ്പറിലേക്കാക്കിയാൽ 8022. ശേഷം അഗൂനി ലെറ്റർ പൊട്ടിച്ചപ്പോൾ അവന്റെ മുഖഭാവം കണ്ട് അതിൽ ഒന്നും എഴുതിയിട്ടില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ശേഷം അവനത് അടച്ചു വെച്ചത് ഹാറ്ററിന്റെ മോതിരമായ ബോസ് എന്ന മോതിരം കൊണ്ട് തന്നെയാണ്. അപ്പോ ലോക്കറിന്റെ പാസ്വേഡ് 8022 തന്നെ. ശേഷം നമ്മളുടെ പ്ലാൻ അരിസു ലോക്കറുള്ള റൂമിലേക്ക് ആരും അറിയാതെ കയറണം. എന്നിട്ട് ലോക്കർ കണ്ടെത്തി അതിലുള്ള എല്ലാ കാർഡും മോഷ്ടിക്കണം. ശേഷം അരിസുക്ക് ഒരു വാക്കി ടോക്കി ഷുൻഡാരോ കൊടുക്കുകയും അരിസു അവിടേക്ക് കയറുമ്പോൾ ആളുള്ളത് നോക്കേണ്ടത് ക്വീനെയും ഉസാഗിയുമാണെന്ന് ഷുൻഡാരോ പറയുന്നു. ഇതിനിടെ ഉസാഗി അവനെങ്ങാനും അവർ കണ്ടാൽ അവനെ അവർ കൊന്നുകളയുമെന്ന് പറയുകയും ഇതിനിടെ അരിസു നമുക്ക് വേറെ വഴിയില്ല എന്ന് അരിസു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ച് ഹാറ്റർ മരണപ്പെട്ടു എന്ന് പറയുകയും നിങ്ങളുടെ പുതിയ ബോസ് അഗൂനി ആണെന്നും പറയുന്നതോടെ ആൾക്കാരൊക്കെ ഞെട്ടിപ്പോകുന്നു. അതോടെ അഗൂനി അങ്ങോട്ടേക്ക് വരികയും പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ ഷുൻഡാരോ അരിസുവിന് അറിയിപ്പ് കൊടുക്കുകയും അതോടെ അരിസു ഒളിച്ചും പാത്ത് റൂമിൽ കയറുകയും കാർഡുള്ള ലോക്കർ തപ്പാനും തുടങ്ങുന്നു. ഇതിനിടെ അരിസു അവിടെ അലമാര കാണുകയും അത് തുറന്നപ്പോൾ അവൻ അതിൽ ഒരു ലോക്കർ കാണുകയും പാസ്വേഡ് എന്തായിരുന്നു എന്ന് അവൻ വീണ്ടും ചോദിക്കുകയും അതോടെ ഷുൻഡാരോ പാസ്വേഡ് 8022 എന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അരിസു അത് അടിക്കുകയും അവനത് ഓക്കെ കൊടുക്കുന്നതോടെ പാസ്വേഡ് തെറ്റാണെന്ന് കാണിച്ച് അലാറം അടിക്കാനും തുടങ്ങുന്നു. ഇതിനിടെ ഷുൻഡാരോ എന്ന് അവൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നും മിണ്ടുന്നില്ല. ഇതിനിടെ അവൻ പുറകോട്ട് നോക്കുമ്പോൾ ഷുൻഡാരോ അഗൂനിക്കൊപ്പം അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇതിനിടെ ഉസാഗിയെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശേഷം അരിസുവിനെ അവിടെ അടിച്ചിടുകയും അവനെ ഒരുപാട് തല്ലാനും തുടങ്ങുന്നു. ഇതിനിടെ അഗൂനി ഷുൻഡാരോയോട് ഇവനിവിടെ
കയറിയത് പറഞ്ഞു തന്നതിന് നന്ദി പറയുകയും ഇതിനിടെ അഗൂനി അവിടെയുള്ള മാനിന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നതും ഷുൻഡാരോ ശ്രദ്ധിക്കുന്നു. ഇതിനിടെ അരിസുവിനെ അടിച്ചടിച്ച് ഐസുവിന്റെ ബോധം പോയിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അരിസുവിനെ റൂമിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഇതിനിടയിൽ അഗൂനിയുടെ ശിങ്കിടികൾ നിന്റെ വിസ നാളെ തീരും, അതോടെ നീയും തീരും. പിന്നെ നിനക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഉസാഗി, അവളെ തൊടുമ്പോ നിനക്ക് വലിയ ജാടയായിരുന്നു, അവളെ ഞാനിപ്പോ തൊടാൻ പോവാ, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. ഇതിനിടെ ഓപ്പറേഷൻ ചെയ്യുന്ന പെണ്ണ് ഹെറ്ററിന്റെ ശരീരത്തിലുള്ള ബുള്ളറ്റ് എടുക്കുന്നു. ഇതേസമയം ക്വീനെ കാണിക്കുന്നു. അഗൂനി റൂമിൽ നിന്നും ഇറങ്ങിയാൽ ഷുൻഡാരോയ്ക്ക് അറിയിപ്പ് കൊടുക്കാനാണ് അവൾ അവിടെ നിൽക്കുന്നത്. അതോടെ അവൾ സേഫ് ആണെന്ന് പറയുകയും അതോടെ അവൻ പ്ലാൻ ആരംഭിച്ചുവെന്നും പറഞ്ഞ് ലോക്കറുള്ള റൂമിലേക്ക് കയറുകയും ഇതിനിടെ അരിസു തുറന്നത് ഫേക്ക് ലോക്കറാണ് എന്ന് ക്വീനയോട് പറയുകയും അതിന്റെ ഇടക്ക് അഗൂനി ആ മാനിന്റെ ഫോട്ടോ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടെന്നും ഷുൻഡാരോ പറഞ്ഞതിനു ശേഷം ഫോട്ടോ എടുത്തു മാറ്റുമ്പോൾ അതിന്റെ ഉള്ളിൽ ലോക്കർ ഇരിക്കുന്നത് കാണുകയും അതോടെ 8022 എന്ന് കോഡ് അടിക്കുമ്പോൾ അത് തുറക്കുകയും ചെയ്യുന്നു. അതോടെ അവൻ അതിൽ നിന്ന് കാർഡ് എടുക്കുകയും ലോക്കർ അടക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അഗൂനിയുടെ ശിങ്കിടികൾ ഉസാഗിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെയിൻ പവർ സപ്ലൈയിൽ നിന്നും കറന്റ് വരികയും അവർ പുറത്തേക്ക് നോക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഷുൻഡാരോ ബീച്ചിൽ നിന്നും രക്ഷപ്പെടാൻ പോകുമ്പോൾ നീ അരിസുവിനോട് ചെയ്തത് ശരിയായില്ല എന്ന് പറയുകയും അവനോട് ഒരു സോറി എങ്കിലും പറയണം എന്ന് ക്വീന പറയുമ്പോൾ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, അത്ര സഹതാപം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി പറ എന്ന് ഷുൻഡാരോ പറയുകയും ശേഷം അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ലേസർ ഉള്ളതായി അവന് തോന്നുകയും അവനവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ക്വീന അതിലൂടെ നടന്നു പോവാൻ ശ്രമിക്കുമ്പോൾ ഷുൻഡാരോ അവളോട് നിൽക്കാൻ പറയുകയും അവൻ അവന്റെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് എറിഞ്ഞു നോക്കുമ്പോൾ അവിടെ ലേസർ വന്നതായും അവർ കാണുന്നു. അതോടെ ബീച്ചിന് ചുറ്റിലും ലേസർ വരുന്നു. ശേഷം അഗൂനിയുടെ ശിങ്കിടികൾ നേരത്തെ നോക്കിയത് ടിവിയിലേക്കാണ്. ഈ തവണ വന്നിരിക്കുന്നത് 10 ഓഫ് ഹാർട്സ് ഗെയിമാണ്. ഇതിനിടെ അവർ അത് നോക്കി നിൽക്കുമ്പോൾ ഉസാഗി അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശേഷം ഗെയിമിന്റെ റൂൾസ് അതിൽ പറയുകയും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ബീച്ചിന്റെ ഹാളിൽ ഒത്തുകൂടുക എന്നും അതിൽ കാണിക്കുന്നു. അതോടെ എല്ലാവരും ഹാളിലേക്ക് ഓടി വരികയും അവിടെയുള്ള ഫോൺ എടുക്കാനും തുടങ്ങുന്നു. ഇതിനിടെ ഉസാഗിയും അങ്ങോട്ടേക്ക് എത്തുകയും അവളും ഒരു ഫോൺ എടുക്കുകയും ചെയ്യുന്നു. ശേഷം അവർ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഇത് അരിസുവിനെ കണ്ട് പേടിച്ചോടിയ 2 പെൺകുട്ടികളിൽ ഒരാളാണ് മരിച്ചത്. ഇതിനിടെ ഫോണിൽ മെസ്സേജ് വരികയും ഗെയിമിന്റെ പേര് വിച്ച് ഹണ്ട്, പെൺകുട്ടിയുടെ ജീവനെടുത്ത ദുഷ്ടമന്ത്രവാദിനിയെ കണ്ടെത്തുക. ആ മന്ത്രവാദിനി ഉള്ളത് നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. മന്ത്രവാദിനി സ്ത്രീയും പുരുഷനുമാവാം. ശേഷം മന്ത്രവാദിനിയെ കണ്ടെത്തി പുറത്തുള്ള തീയിൽ കൊണ്ടുവന്ന് കത്തിക്കുക. ഇതിനിടെ ഈ അനൗൺസ്മെന്റ് ഒക്കെ അരിസു കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം വീണ്ടും മെസ്സേജ് വരികയും ഗെയിമിന്റെ സമയപരിധി 2 മണിക്കൂർ എന്നും കാണിക്കുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. 7ാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.